പണ്ടൊക്കെ ദീപാവലി എന്ന് പറഞ്ഞാൽ ഒരാഴ്ച മുന്നേ, ഒരാഴ്ചയെന്ന് വേണ്ട, ഒരു മാസം മുന്നേയൊക്കെ പടക്കം വയ്ക്കലും നമുക്ക് ചെവി കേൾക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു കേട്ടോ നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത്. ഇപ്പം പക്ഷെ എന്ത് പറ്റിയതാണെന്ന് അറിയില്ല, വളരെ കുറവാണ്. ദീപാവലിയുടെ തലേദിവസമായിട്ടും അപൂർവമായിട്ട് അപ്പോഴപ്പോഴാ കേൾക്കുന്ന ഒച്ചകൾ മാത്രമേ ഉള്ളൂ കേട്ടോ. ഒരു കണക്കിന് നോക്കിയാൽ അത് വളരെ നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. കാരണം പെറ്റ്സിനെയൊക്കെ ഇഷ്ടപ്പെടുന്നവർ, പെറ്റ്സിനെ വളർത്തുന്നവർക്കൊക്കെ ഈ ഒരു ഫെസ്റ്റിവൽ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. കൂടാതെ അലർജി പേഷ്യൻസിനെയൊക്കെ ഏറ്റവും ബുദ്ധിമുട്ടിക്കുന്നതും വലയ്ക്കുന്നതുമായിട്ടുള്ള ഒരു ഫെസ്റ്റിവലും കൂടെയാണ് കേട്ടോ. ഞാനൊക്കെ ഈ വീഡിയോ എടുക്കുമ്പോൾ പോലും മാസ്ക് ഒക്കെ ഇട്ട് ഫുൾ കവർ ചെയ്ത് നിന്നിട്ടാണ് കേട്ടോ കാണുന്നത്. കാരണം ചെറിയ ചെറിയ പടക്കങ്ങളൊക്കെ നോക്കുമ്പോൾ അതിൽ നിന്നൊക്കെ വരുന്ന പുകയ്ക്ക് ഒരു കയ്യും കണക്കുമില്ല. പണ്ടത്തെ പോലെ പടക്കം ഒരുപാടൊന്നും കാണുന്നില്ല എന്നുണ്ടെങ്കിലും റോഡിൽ നോക്കുമ്പോൾ ഈ നമ്മുടെ സ്ട്രീറ്റ് ലൈറ്റിനൊക്കെ താഴെ നോക്കുമ്പോഴാണ് ഇത് ഭയങ്കരമായിട്ട് അറിയാൻ പറ്റുന്നത്. ഫുൾ പുക കൊണ്ട് ചുറ്റപ്പെട്ട് നിൽക്കുകയാണ്. ഭയുടെ ആഗ്രഹപ്രകാരം ഞങ്ങൾ കുറച്ച് പടക്കമൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് നോയ്സ് ഒന്നും ഇല്ലാത്ത ടൈപ്പ് പടക്കങ്ങളൊക്കെയാണ് വാങ്ങി പൊട്ടിച്ചിട്ടുണ്ടായിരുന്നത്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. താങ്ക് യു. അതാണ് ഇവിടെ നമ്മൾ കണ്ടത്, തമിഴ്നാട്ടിലേക്കുള്ളത്. എന്താ ഉണ്ടായേ? എന്തിനാ ആളുകൾ പടക്കം പൊട്ടിച്ചേ? ഇന്ന് വിഷുവാ.